പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമുക്കൊരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എന്നും പറയുന്നത് പോലെ വീണ്ടും എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശു നാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ആയിരിക്കുന്നവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നെന്ന് ഞാൻ ആത്മാവിൽ കണ്ട് വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് വചനത്തിൽ ധ്യാനിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയിരിക്കുന്ന 5-ാം ലേഖനത്തിൽ 24-ാം വാക്യം. ഹല്ലേലൂയ. 1 Thessalonians chapter 5 verse 24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ കൊണ്ട് അത് ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ, എന്നാളും എന്നോട് കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ, എന്നാളും എന്നോട് കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ, എന്നാളും എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ വിശ്വസ്തനാകുന്നതെന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മളെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് വിശ്വസ്തനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഭയങ്കര വലുതാണ്. ഭയങ്കര വലുതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ദൈവത്തിന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയാം? നമ്മുടെ മിടുക്കം കൊണ്ടാണോ നമ്മൾ നിലനിൽക്കുന്നതല്ല. നമ്മുടെ വിളിച്ച് വേർപെടുത്തിയ, നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ, നമ്മുടെ സൃഷ്ടിതാവിൻ്റെ വിശ്വസ്ത ഒന്ന് മാത്രമാണ് ഞാനും നിങ്ങളിന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 12-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രകൾ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതിനു മുമ്പിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ വിശ്വസ്തതയുള്ളവരാണോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയുള്ളവരാണെന്ന് ഈ വഴി കേൾപ്പിച്ച മനുഷ്യപുത്രകൾ കുറഞ്ഞിരിക്കുന്ന അവചനത്തുമ്പിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉറപ്പും ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ധൈര്യവും എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഒരു പ്രതികൂലത്തിൻ്റെ, ഒരു രോഗത്തിൻ്റെ പ്രതിസന്ധി നടുവിലായിരിക്കുന്നുവെങ്കിൽ അധൈര്യപ്പെടരുത്, നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ നമ്മളെ കണ്ണിലെ കൃഷ്ണപൊണി പോലെ കാത്തു പരിപാലിക്കും. നാം വിളിച്ച് പാടിയതുപോലെ എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. എനിക്ക് നല്ല ഉറപ്പും ധൈര്യമുണ്ട്. എന്നെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ്, എന്നെ സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, ദൈവം എന്നോട് എപ്പോഴും കൂടെയുണ്ടെന്നും എന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നുള്ള വാഗ്ദത്തം, ആ വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ചാൽ മതി.
നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മുടെ ദൈവം വിളിച്ച വേർപെടുത്തിയ കഥ വിശ്വസ്തനാണെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പാനും ഹല്ലേലൂയ സഹായിപ്പാനും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, നാം ദൈവത്തോടെ എപ്പോഴും വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തനായ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, തകർന്നു പോകാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ അവസാനം ശ്വാസം വരെ ഹല്ലേലൂയ ഹല്ലേലൂയ കൂടെ ഇരിക്കുന്നവനാണ് നമ്മളെ വിളിച്ച് വരുത്തിയ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനാണെന്ന് ഞാൻ രോഗസൗഖ്യത്തിലൂടെ എനിക്ക് ഒന്നുകൂടി എൻ്റെ കർത്താവ് രുചിച്ചറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അനേക വാഗ്ദത്തങ്ങൾ രോഗത്തിലൂടെ കടന്നപ്പോൾ എനിക്ക് എൻ്റെ കർത്താവ് തന്നു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ കൈവിടുകയില്ല. എൻ്റെ കർത്താവ് എനിക്ക് സവിക്കാൻ തലപ്പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉറച്ചു എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്നും അതിന് ആമേൻ ആമേൻ എന്നും തന്നെയാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ 15-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, എന്നെ ഒരു നാളും കൈവിടരുന്നാൽ ഉപേക്ഷിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദത്തം എനിക്കുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ രോഗത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ പ്രതിസന്ധികൾ, മറ്റുള്ള ഏത് പ്രതിസന്ധികളും ഞാൻ കടന്നു പോയപ്പോഴും എനിക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു, നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ കർത്താവിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, എൻ്റെ കർത്താവിനെ കൈവിടുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകത്തിലെ 31-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. എത്രയോ നല്ല വാഗ്ദത്തങ്ങളാണ്. ഹല്ലേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കുമ്പോഴേ, നമ്മൾ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോഴേ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചുണ്ടാക്കിയ കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾക്ക് തരുന്ന കർത്താവിൻ്റെ സുവിശേഷത്തിലൂടെ വചനത്തോട് തരുന്ന വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറ്റം വരാത്ത വാഗ്ദത്തങ്ങളാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും തൻ്റെ വചനത്തിനൊരു മാറ്റം ഉണ്ടാകുകയില്ലെന്നുള്ള കർത്താവിൻ്റെ വചനപ്രകാരം ഈ വാക്യം നമ്മൾ വായിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രതികൂലങ്ങളിലാണോ, പ്രതിസന്ധിയിലാണോ, ഹല്ലേലൂയ, നിങ്ങളെ ഒരു പ്രതികൂലത്തിൻ്റെ നിങ്ങൾ ആയിരിക്കുന്നുവോ, അതിലെല്ലാത്തിനും മുമ്പിലായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ഭാരപ്പെടേണ്ട, ഭ്രമിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ നമ്മുടെ ഏത് യുദ്ധത്തിലായിരിക്കുന്നോ, ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ, ആ പ്രതിസന്ധി നടുവിൽ നമ്മോട് കൂടെ നമ്മുടെ ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാല വാഗ്ദത്തത്തിലൂടെ നമ്മളെ കർത്താവിൻ്റെ പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഭയപ്പെടുകയോ ഭ്രമിച്ചു പോകുകയോ ചെയ്തു കഴിഞ്ഞാൽ പിശാച് അവിടെ അവൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ എന്തെങ്കിലും പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്നേരം കർത്താവിൻ്റെ വചനം വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് വാഗ്ദത്തങ്ങൾ വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് അതിനെ നമ്മൾ അതിൽ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെരമ്യാവിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ നമ്മൾ 11-ാം വാക്യത്തിൽ 11 തൊട്ട് 12 വരെ വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് ഹല്ലേലൂയ അതൊരു തിന്മയ്ക്കായിട്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നു കർത്താവ് അറിയാതെയല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഹിതകൃതമായ ദൈവപ്രവൃത്തികൾ ദൈവികതം ആ പ്രതിസന്ധികളിൽ നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ ഹാവ് ദ പ്ലാൻസ് ഫോർ യു നോട്ട് ടു ഹാം യു എന്നുള്ള കർത്താവിൻ്റെ വചനം. നിങ്ങൾ പ്രത്യാശിച്ച് ശുഭമായി വരുവാൻ തന്നെ ആ വചനം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ധൈര്യം കിട്ടും. ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നാട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾക്ക് എന്ത് പ്രതിസന്ധിയാലും അതിനെ തന്നെ നമുക്ക് തന്നെ തരണം ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലൂടെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ തരണം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യെരമ്യായുടെ പുസ്തകം നമ്മൾ വായിക്കും, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അതൊരു വാഗ്ദത്തമല്ലയോ? കർത്താവ് പറയാണ്, എൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം.
കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അതൊരു വാഗ്ദത്തമാണ്. അതിനൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. എൻ്റെ കർത്താവിന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം ഞാൻ കാണും. എന്നെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ പ്രതികൂലത്തിലെ പ്രവർത്തികൾ വിശ്വാസം ഈ വചനത്തിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ അനേക പ്രാർത്ഥനകൾ, അനേക വിഷയങ്ങൾ കർത്താവ് നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ വചനത്തെ നമ്മൾ ഉറക്കണം. ഹല്ലേലൂയ. ഒന്നുകൂടെ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ വാഗ്ദത്തം ചെയ്ത കർത്താവ് അതെനിക്ക് അത് വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്നും ആ പ്രതികൂലം എനിക്ക് അനുഗ്രഹമായി തീരുന്നുള്ളൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 41 അധ്യായം 10 വാക്യം. ബുക്ക് ഓഫ് ഐസയ്യ 41 ചാപ്റ്റർ വേഴ്സ് 10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചൊക്കെ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള അലങ്കാരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വായിക്കുമ്പോൾ ഞാൻ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എന്നെ സഹായിക്കും. നിന്നെന്ന് പറയുമ്പോൾ എന്നെ എന്നുള്ള വിധത്തിലാണ് ഞാൻ ഏത് വചനവും വചനം വായിക്കുമ്പോഴും ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഈ വാഗ്ദത്തത്തോടെ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ, ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മളോട് പറയുവാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ശക്തീകരിക്കും, കർത്താവ് സഹായിക്കും, കർത്താവിൻ്റെ വലതും കാര്യത്തിലുള്ള നമ്മൾ വഹിക്കും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം. നമുക്ക് ഇതിലേക്കുള്ള എന്ത് വേണം? ഇതിലേക്കുള്ള എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കും, പ്രതിസന്ധി നമ്മളെ ശക്തീകരിക്കും, കർത്താവിൻ്റെ ഉള്ളങ്കർ നീതിയുള്ള വലങ്കർ നമ്മൾ വഹിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടെ എന്ത് വാഗ്ദത്തം, എന്താണ് നമ്മൾക്ക് ആവശ്യമുള്ളത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ അറിഞ്ഞാൽ ഹല്ലേലൂയ, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾ രുചിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ ഹൃദയം കൊടുത്താൽ ഈ സത്യസുവിശേഷം ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുക കർത്താവിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാണ്. നമ്മൾ ആദ്യം വായിച്ച് തന്നെ പറയുവാണ്, നിങ്ങളെ വിളിക്കുന്നവന് വിശ്വസ്തനാവുന്നു. ഹല്ലേലൂയ. നിവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്നെ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. ഇത്രയും ഇനി അനേക വാഗ്ദത്തങ്ങൾ ഈ സത്യവേദ പുസ്തകത്തിൽ സുവിശേഷത്തിലുണ്ട്. അതെല്ലാം എടുത്ത് പറയുവാനും നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഏത് പ്രതിസന്ധിയാകട്ടെ, കഴിഞ്ഞ നാളിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടോ? ഇപ്പോഴും പ്രതിസന്ധിയുടെ നടുവിലാണോ നിങ്ങളായിരിക്കുന്നത്? ഇപ്പോഴും പ്രതികൂലത്തിന് നടുവിലാണോ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഈ കേൾപ്പിച്ച വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. വിളിച്ച് വേർപെടുത്തിയ കർത്താവ് വിശ്വസ്തനാണ്. ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ഒരിക്കലും കൈവിടുകയില്ല. ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്. നിങ്ങളെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ്, എന്നെ വിളിച്ച് എന്നോട് നിങ്ങളോടും കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ഞാനൊന്നുകൂടെ പറയട്ടെ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കൊരു സമർപ്പണത്തോടെ ഇന്ന് പകലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരാത്ത തക്കവണ്ണം എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ നമ്മൾ കർത്താവിൻ്റെ ഹിതമല്ലാത്തൊരു ജീവിതമാണ് നടത്തുന്നതെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയില്ല. കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഹിതപ്രകാരം, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൻ്റെ മുകളിലായിരുന്നുകൊണ്ട് കർത്താവിനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്താൽ അത് ഒരിക്കലും അത് നമുക്കൊരിക്കലും അതിന്മേലൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് എന്നെ നിങ്ങൾ വിളിച്ച് വേർപെടുത്തിയ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ പ്രാപിക്കണം. ക്രമീകരണങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ചേ മതിയാവൂ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ പാത്രമായി അബ്രഹാമിന് ദൈവം അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പല വാഗ്ദത്തങ്ങൾ നൽകി. ഒന്നാണ് ഇസ്ഹാക്കിൻ്റെ കഥ, രണ്ടാണ് വാഗ്ദത്ത ദേശം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിറവേറും. ചുമ്മാതെയല്ല ദൈവം പറയുന്നത്, ചുമ്മാതെയല്ല ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അത് ചുമ്മാതെയല്ല. ഹല്ലേലൂയ. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചവളാണ്, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാതെയല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ജീവിതത്തിൻ്റെ
ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രവാചകന്മാരിൽ കൂടെയോ ദൈവവചനത്തിൽ കൂടെയോ മെസ്സേജുകളിൽ കൂടെയോ പാട്ടിലൂടെയോ നേരിടോ പല രീതിയിലും കർത്താവിൻ്റെ വചനങ്ങൾ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ലഭിച്ചിട്ട് അത് പ്രവൃത്തിയിൽ വന്നില്ല എന്ന് പറഞ്ഞു പിറുപിറുക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമായില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരണമെങ്കിൽ ജീവിതത്തെ കർത്താവിൻ്റെ കൃപയിൽ ക്രമീകരിക്കപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് അതിനുവേണ്ടി താഴ്ത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലെ കർത്താവ് ആഗ്രഹിക്കുമ്പം കർത്താവിൻ്റെ കൃപയിൽ ജീവിതത്തെ ക്രമീകരിക്കണം. വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ ചോദിക്കണം, എന്തുകൊണ്ട് വാഗ്ദത്തങ്ങൾ താമസിക്കുന്നു? ഹല്ലേലൂയ. അതിന്മേൽ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതോ എന്ന് ഒരു ശോധനയോടെ ഇന്ന് കർത്താവ് കേൾപ്പിച്ച വചനത്തുമ്പിൽ എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവിതത്തെ ഒരുക്കുമ്പോൾ വാഗ്ദത്തം നിറവേറും. ഹല്ലേലൂയ, ആമേൻ. ജീവിതത്തെ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറും. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും കൂടെ പറയട്ടെ, കർത്താവിൻ്റെ വാഗ്ദത്തം എൻ്റെ രോഗത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ വായിച്ചു. ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്തു. കർത്താവിൻ്റെ അണിപ്പെടലാൽ എനിക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് നമ്മളെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് വിശ്വസ്തനാണ്. അവൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുള്ള പ്രത്യാശയോടെ ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ കൃപയാൽ ക്രമീകരണം ചെയ്താട്ടെ. എന്നെ തന്നെ വചനത്തുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊന്നുകൂടെ പറയട്ടെ. ആദ്യമായി എന്നെ കേൾക്കുന്നവരാരെയും നിങ്ങളോട് പറയട്ടെ, യേശു മാത്രമാണ് രക്ഷകൻ. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. യേശുവിൽ കൂടി മാത്രമേ നിത്യജീവനിൽ എത്തിവെച്ചിടാൻ കഴിയുള്ളൂ. രോഗമോ മരണമോ അപകടമോ ഏത് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപെടാം. അത് ഈ മൂന്നിനെ നമുക്ക് ഒരിക്കലും തടക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയാൽ ഹല്ലേലൂയ ഒന്ന് ഓർക്കണം, ഒരു നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ കർത്താവിനെ ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. യേശു മാത്രം രക്ഷകൻ. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കണ്ണടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമേശയ്ക്ക് സ്വർഗ്ഗസ്ഥല പിതാവേ, നിമിഷത്തെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച വചനം ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിളിച്ച് വേർപെടുത്തിയ കർത്താവ്, ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തത മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരണങ്ങൾ ചെയ്തുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പോൾ കൃപ തന്നാട്ടെ കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വീഡിയോ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധികൾ നടുവിലായിരിക്കുന്നുവോ അവിടെ വാഗ്ദത്തങ്ങൾ കർത്താവെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ കർത്താവ് കരുണ കാണിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ലോകത്തിലുള്ള എല്ലാ ദൈവവേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവെ ഞങ്ങളുടെ യേശുവിനെ അറിയാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ രോഗക്കിടക്കലായിരിക്കുന്നവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വരുമാനമാർത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവ് വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നടക്കാനിടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഉദരഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ വിടുതലുകൾ കാണുവാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനത്തെ ധ്യാനിച്ച് പ്രസാദിക്കുന്ന ജീവിതം നടത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയായ ചങ്കടനായ സ്തോത്രം നസറേത്ത് നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്നും കൂടെ പറയട്ടെ, ഞാൻ പാടിയതുപോലെ, എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ, എന്നാളും എന്നോട് കൂടെയുണ്ട്, ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാത്മായവൻ ചൊല്ലിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ വിളിച്ച കർത്താവ് ഒരു നാളും നമ്മൾ ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കപ്പെട്ട് ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുവരുവാൻ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ലവ്സ് യു. ജീസസ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വരുവാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടി പറയട്ടെ, യേശു മാത്രം രക്ഷകൻ. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. യേശു ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ മഹത്വം നമ്മളിൽ ഓരോരുത്തരും കാണപ്പെടുവാൻ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.